നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിലായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ തൈവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നടത്തി. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖ്രാന തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന നേർച്ച ഊട്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിൽ. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി M. വട്ടോളിയാണ് പിടിയിലായത്. കരാറുകാരനിൽ നിന്ന് 6000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കൈക്കൂലി വാങ്ങിയത്. ശെൽവരാജ് എന്ന കരാറുകാരനാണ് പരാതിക്കാരൻ. കാന നിർമ്മാണത്തിന്റെ ബിൽ തുകയായ 3.25 ലക്ഷം രൂപയുടെ 2% കൈക്കൂലി ആവശ്യപ്പെട്ടത്. സംഭവം കരാറുകാരൻ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. വിജിലൻസ് ഫിനോഫ്തലിൻ പൌഡർ പുരട്ടി നൽകിയ നോട്ടുമായി എത്തിയ കരാറുകാരൻ ഓഫീസിന് പുറത്തുവച്ചാണ് ആന്റണിക്ക് കൈമാറിയത്. പുറത്തിറക്കിറങ്ങിയ ആന്റണിയെ വിജിലൻസ് ഉദ്യോഗസ്ഥർ കൈയോടെ പിടികൂടുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ കാറിൽ നിന്ന് 1/2 ലക്ഷം രൂപയും വിജിലൻസ് കണ്ടെടുത്തു. കിഫ്ബി കരാറുകാരനിൽ നിന്നാണ് 1/2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതെന്ന് ഇയാൾ വിജിലൻസിനോട് സമ്മതിച്ചു. പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ കാറും കസ്റ്റഡിയിലെടുത്തു. ആന്റണിക്കെതിരെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിജിലൻസ് DVSP KC സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ തൈവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവൻ വഴി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കാവശ്യമായ പച്ചക്കറി തൈകൾ അയൽക്കൂട്ടങ്ങളിലെ കൃഷിസ്ഥലത്തേക്ക് നേരിട്ടെത്തിക്കുന്ന പദ്ധതിയാണിത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശൈലജ ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, CDS ചെയർപേഴ്സൺ സരിത തിലകൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി G സാബിത, കൃഷി ഓഫീസർ അമൃത നിഷാദ് എന്നിവർ സംസാരിച്ചു. ജൂലൈ 2, 3 തീയതികളിലാണ് തൈവണ്ടി സഞ്ചരിക്കുന്നത്. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖ്രാന തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന നേർച്ച ഊട്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുനാൾ ദിവസം രാവിലെ 7-ന് ആഘോഷമായ പാട്ടുകുർബാന, സന്ദേശം, തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ്, 8-ന് കുരിശുമുടിയിൽ കുർബാന, നൊവേന, പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടായിരിക്കും. 10-ന് ആഘോഷമായ റാസ കുർബാന, സന്ദേശം, തിരുനാൾ പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടായിരിക്കും. 10,000 പേർക്കുള്ള നേർച്ചൂട്ട് ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി, ജനറൽ കൺവീനർ ജോർജ് പന്തല്ലൂക്കാരൻ, ഫുഡ് കൺവീനർ സൈമൺ കറുകുറ്റിക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ 14ാം ദിവസം ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരൻ പൊൻകുന്നം വർക്കിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ മലയാളം വിഭാഗം അധ്യാപിക ഉഷാകുമാരി CC ക്ലാസ് നയിച്ചു. പരിപാടിയിൽ ഡോൺ ബോസ്കോ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സംഗീത, സിസ്റ്റർ പ്രവീണ, ലൈബ്രറിയൻ സുഷമ T. ശാന്തൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. സംഭവത്തിൽ ആളപായമില്ല. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസിനാണ് തീപിടിച്ചത്. മമ്മിയൂർ ക്ഷേത്രത്തിനു സമീപം രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെട്ടയുടൻ മുൻവശത്ത് നിന്ന് പുക ഉയർന്നിരുന്നു. മമ്മിയൂർ ക്ഷേത്രത്തിനു സമീപം എത്തിയതോടെ തീ ആളിക്കത്തി. എതിരെ വന്ന വാഹനയാത്രക്കാർ ബഹളം വച്ചതോടെ ബസ് നിർത്തി. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും സമീപത്തെ കടകളിൽ നിന്ന് അഗ്നിശമന ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തീയണച്ചു. യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു.
മുരിങ്ങൂർ ഡിവൈൻ നഗർ മേൽപ്പാലത്തിൽ ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. മുരിങ്ങൂർ മണ്ടിക്കുന്ന് വല്ലത്തുകാരൻ 52 വയസ്സുള്ള പൌലോസ്, മുരിങ്ങൂർ തളിയാഴ്ച 55 വയസ്സുള്ള ഗിരിജൻ എന്നിവർക്കാണ് പരിക്ക്. പൌലോസിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും ഗിരിജനെ ചാലക്കുടി സർക്കാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ ഏകദേശം 9:30യോടെയാണ് അപകടം. ഗിരിജൻ വീട്ടിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകുമ്പോൾ എതിർ ദിശയിൽ നിന്ന് വന്നിരുന്ന പൌലോസിന്റെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഗിരിജന്റെ ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം മേൽപ്പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനം ആഘോഷിച്ചു. ചടങ്ങിൽ ആതുര സേവന രംഗത്ത് മികച്ച സേവനത്തിന് കെയർ കേരള ഫൌണ്ടേഷന്റെ പുരസ്കാരം നേടിയ ഡോക്ടർ പ്രസാദ് വർക്കിയെയും സെന്റ് ജെയിംസ് ആശുപത്രിയിൽ 25 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ഡോക്ടർ പ്രകാശിനെയും അനുമോദിച്ചു. IMA ചാലക്കുടി യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ മല്ലിക പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ മുഖ്യപ്രഭാഷണം നടത്തി. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കേശവൻ, ഡോക്ടർ ഇട്ടൂപ്പ്, ഫാദർ നവീൻ ഊക്കൻ, ഫാദർ ജോസഫ് ഗോപുരം, ഡോക്ടർ ദിവ്യ ജെറി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സെന്റ് ജെയിംസ് സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ആളൂർ സെന്റ് ജോസഫ് ദേവാലയത്തിലെ അങ്ങാടി അമ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വികാരി ഫാദർ ജോയ് കടമ്പാട്ട് നിർവഹിച്ചു. അങ്ങാടി അമ്പ് കമ്മിറ്റി കൺവീനർ പോളി തുണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു. സമ്മാന കൂപ്പണിന്റെ പ്രകാശനം സഹവികാരി ഫാദർ ജലീഷ് എരുവത്തിങ്കൽ നിർവഹിച്ചു. അങ്ങാടി അമ്പ് കമ്മിറ്റി കൺവീനർ ബിൻഡോ മാളിയേക്കൽ, ചാരിറ്റി കൺവീനർ ലെസ്റ്റിൻ ചുങ്കൻ, ട്രസ്റ്റി ജോബി അരിക്കാട്ട്, കോർഡിനേറ്റർ ജൂനിയ രാജു, നൈജു ഊക്കൻ, ജയേഷ് ഡി പാറക്കൽ എന്നിവർ സംസാരിച്ചു. സാധുജന സേവന അംബേദ്കർ ചാരിറ്റബിൾ സൊസൈറ്റി കേരളയുടെ 17ാമത് വാർഷിക പൊതുയോഗം നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് PA നാരായണൻ അധ്യക്ഷനും കൊടകര പഞ്ചായത്ത് 1ാം വാർഡ് അംഗം പ്രനില ഗിരീശൻ മുഖ്യാതിഥിയുമായി. ജനറൽ സെക്രട്ടറി സുരേഷ് കുന്നപ്പിള്ളി, അഡ്വക്കേറ്റ് TR ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് VC ഉണ്ണികൃഷ്ണൻ, TA വേലായുധൻ, PK വിനയൻ, വിനോദ് കുറുമാലി, ട്രഷറർ തിലകൻ കുന്നുമേൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികൾ PA നാരായണൻ പ്രസിഡന്റ്, സുരേഷ് കുന്നപ്പിള്ളി സെക്രട്ടറി, തിലകൻ കുന്നുമേൽ ട്രഷറർ. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ 2024-25 വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ 5 സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും വിതരണം ചെയ്തു. പ്രോട്ടീൻ ഭക്ഷ്യക്കിറ്റ് വിതരണം, കറിവേപ്പിലത്തോട്ട നിർമ്മാണം എന്നിവയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് MK ഡെയ്നി, PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ, പ്രദീപ് കുമാർ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, സെക്രട്ടറി KK വെങ്കിടാചലം, ട്രഷറർ സഞ്ജീവ് മേനോൻ, അംഗങ്ങളായ ശശാങ്കൻ നായർ, അനിൽ വടക്കേടത്ത്, P പങ്കജാക്ഷൻ, KV രാമജയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ വീണ്ടും. കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിലായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ തൈവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നടത്തി.
കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന നേർച്ച ഊട്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.